ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒരു സോയാബീൻ കൊണ്ടുള്ള റെസിപ്പിയാണ് എന്നല്ലേ? അതെ, വീണ്ടും സോയാബീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെജ് ചോയ്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള ഡിഷല്ല, ഇത് നേപ്പാളി ഡിഷാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കേണ്ട റെസിപ്പി കൂടിയാണ്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ചെയ്തത് സോയാ ചങ്ക്സ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. സോയാ ചങ്ക്സിന് ഇരട്ടി വെള്ളം വേണം അതിലേക്ക് ഒഴിക്കാൻ. ഇനി 20 മിനിറ്റിന് ശേഷം അതിലുള്ള എക്സ്ട്രാ വെള്ളമെല്ലാം പിഴിഞ്ഞെടുത്തു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും. ഈ മസാലകളെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുന്നതാവും ഏറ്റവും ഉത്തമം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. മസാല പുരട്ടി വെച്ച സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും തിരിച്ചും മറിച്ചും അതിനെ റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതുപോലെ നല്ലവണ്ണം മൊരിഞ്ഞ സോയ ചങ്ക്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ തക്കാളി നടുകെ മുറിച്ചത് അതിലേക്ക് വെച്ച് കൊടുക്കുക. 3 തക്കാളി നടുകെ മുറിച്ചതും 6 വെളുത്തുള്ളിയും 4 വറ്റൽമുളകും എന്നിവ ചേർക്കുക. അതും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം തക്കാളിയുടെ 2 ഭാഗവും നന്നായി വെന്ത് വരണം. അതിനുവേണ്ടി അത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചു കൊണ്ടേയിരിക്കുക. ഇനി അത് മാറ്റി തക്കാളിയുടെ തൊലി കളഞ്ഞ ശേഷം ഒരു കടായി അടുപ്പിൽ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പു എന്നിവ നന്നായി ചൂടാക്കിയെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് നല്ല ജീരകവും കുരുമുളകും ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുക. അതുകൂടാതെ വേവിച്ച് തൊലി കളഞ്ഞു വെച്ച തക്കാളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇനി നന്നായി മിക്സിയിലിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് മാത്രം കറക്കിയെടുത്താൽ മതിയാകും. ഇതുപോലെ മാത്രം അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ച മസാല ആഡ് ചെയ്യുക. അതിനുശേഷം പൊരിച്ചെടുത്ത സോയാ ചങ്ക്സും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി 1/2 കഷ്ണം സവാള പൊടിയായി എരിഞ്ഞതും, ഒരു ചെറുനാരങ്ങാ നീരും, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മല്ലിച്ചപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവ നന്നായി തന്നെ യോജിപ്പിക്കണം. കൈകൊണ്ട് യോജിപ്പിക്കുന്നതാവും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതാണ് നമ്മുടെ നേപ്പാളിയൻ ഡിഷായ വെജ് ചോയ്ല. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഇതിലേക്ക് കുറച്ചുകൂടി കപ്പലണ്ടി പൊടിച്ചത് ചേർത്താലും ഇതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.